ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ മുതലാളിയുടെ വീട്ടിലേക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിനായി വരുന്ന സുന്ദര പയ്യൻ. തൻ്റെ മടക്കയാത്രയിൽ മുതലാളിയുടെ എല്ലാമെല്ലാമായ ഭാര്യയുടെ മനം കവർന്നു അവൻ യാത്രയാകുന്നു. ഇതാണ് ഈ മൂവി. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം തൻ്റെ പിതാവിൻ്റെ മുതലാളിയുടെ വീട്ടിൽ എത്തിച്ചേരുന്ന ഇനോഷ എന്ന കൗമാരക്കാരൻ. മുതലാളിയായ ബോറസും അയാളുടെ ഭാര്യയായ സെവോറിനെയും തങ്ങളുടെ തൊഴിലാളിയുടെ മകനെ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്നുള്ള ചായകുടിയുടെ സമയത്ത് ബോറസ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഇനോഷയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. വളരെ ശ്രദ്ധയോടെ മുതലാളിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്ന ഇനോഷയുടെ ശ്രദ്ധ ഒരു നിമിഷം ഭാര്യ സെവോറിനയിലേക്ക് പോകുന്നു. ആ നോട്ടം പിന്നെ അവനെ ഒന്നും ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്ക് സുന്ദരിയായിരുന്ന മുതലാളിയുടെ ഭാര്യയായ സെവോറിന. എങ്ങനെയോ ഇനോഷ കുറച്ചു നേരം അവിടെ പിടിച്ചിരുന്നതിനു ശേഷം അവൻ നേരെ റൂമിലേക്ക് പോകുന്നു. നീണ്ട ഒരു ആലോചനയ്ക്ക് ശേഷം അവൻ ബോർഗാസിൻ്റെ കൂടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കാതെ തിരികെ വന്ന ബോർഗാസും ഇനോഷയും തൻ്റെ മുതലാളിയുടെ കണ്ണിൽപ്പെടാതെ ഇനോഷ നേരെ റൂമിലേക്ക് പോകുന്നു. തൻ്റെ കിടക്കയിൽ കിടന്ന് മുതലാളിയുടെ ഭാര്യയായ സെവോറിനെ ആലോചിച്ച് കിടക്കുകയാണ്. അടുത്ത ദിവസം ആഹാരം കഴിക്കുന്ന സമയം മൂവരും ഇരിക്കുമ്പോൾ ഇനോഷ സെവോറിനെ നോക്കുകയാണ്. താൻ തൻ്റെ കിടക്കയിൽ കിടന്ന് ആലോചിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം സെവോറിനയുടെ ആ സുന്ദരമായ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഇനോഷ ശ്രമിക്കുന്നു. നല്ലൊരു വായ്നോട്ടത്തിന് ശേഷം ഇനോഷ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നു. കുറച്ചു നേരത്തിന് ശേഷം തനിച്ചിരുന്ന സെവോറിനയ്ക്കും ഇനോഷയെക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. പ്രായമായ ഭർത്താവ് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെ സെവോറിന കുറച്ചു നേരം ഏതോ ഒരു മായാലോകത്താണ്. പെട്ടെന്ന് ഒരനക്കം കേട്ട് ശ്രദ്ധിക്കുമ്പോൾ ഭർത്താവായ ബോർഗസ് ഒരു വലിയ ദേഷ്യത്തിൽ സംസാരം തുടങ്ങിയ ബോർഗസിൻ്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വൈൻ കുടിക്കുവാൻ നൽകുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം താനിരുന്ന കസാരയിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ ശല്യപ്പെടുത്താതെ അവൾ തൻ്റെ റൂമിലേക്ക്, തൻ്റെ കിടക്കയിൽ കിടന്ന് വീണ്ടും ആ സ്വപ്നലോകത്തേക്ക്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആവശ്യങ്ങൾക്ക് പുറത്തു പോയ ഇനോഷ തിരികെ വന്നു വീട്ടിൻ്റെ വാതിൽ മുട്ടുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം വീട്ടിൽ മുതലാളിയുടെ ഭാര്യയായ സെവോറിന തനിച്ചാണ്. പെട്ടെന്ന് വാതിൽ തുറന്നു സെവോറിന തന്നോട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു. സെവോറിനയുമായുള്ള സംസാരം ഇനോഷയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. അന്നേ ദിവസം രാത്രിയിൽ ആഹാരത്തിനിരിക്കുന്ന സമയം സെവോറിന ഇമവെട്ടാതെ ഇനോഷയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എതിർവശത്തിരുന്ന് തൻ്റെ മുതലാളിയുടെ ഭാര്യയുടെ നോട്ടം നല്ല രീതിയിൽ ആസ്വദിക്കുന്നു. താൻ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. പെട്ടെന്നാണ് മുതലാളി അടുത്തിരിക്കുന്ന കാര്യം ഇനോഷയ്ക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ നേരെ കിടക്കുവാൻ പോകുന്നു. വീണ്ടും നല്ല സ്വപ്നങ്ങൾ കണ്ട് അവൻ കിടന്നുറങ്ങുന്നു. തലേ ദിവസത്തെ പോലെ ഇനോഷ വീട്ടിലേക്ക് തനിയെ വരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. മുകളിലെത്തുമ്പോൾ തൻ്റെ റൂമിൽ സെവോറിന ഇരിക്കുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെറുപ്പക്കാരനെ വശത്താക്കാമെന്ന് സെവോറിന വിചാരിച്ചെങ്കിലും ഒരു പേടിയോടെ ഇനോഷ അവിടെ നിന്ന് പോകുന്നു. തൊട്ടടുത്ത ദിവസം ജോലികളൊന്നും തീർക്കാത്തത് കൊണ്ട് ബോർഗാസ് വളരെയധികം ദേഷ്യപ്പെടുന്നു. ഇത് റൂമിലിരുന്ന് കേട്ട ഇനോഷ സ്ഥലം വിടാമെന്ന് വിചാരിച്ചു പെട്ടി പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു നിമിഷം മുതലാളിയുടെയും ഭാര്യയുടെയും സംസാരം കേൾക്കുവാൻ ഇടയാകുന്നു. തനിക്ക് വേണ്ടി തൻ്റെ സ്വന്തം ഭർത്താവിനോട് സംസാരിക്കുന്ന സെവോറിന. സന്തോഷം കൊണ്ട് തൻ്റെ തീരുമാനം മാറ്റി ഇനോഷ തൻ്റെ റൂമിലേക്ക് പോകുന്നു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം തന്നെ വിളിക്കുവാനായി സെവോറിന ഇനോഷയുടെ റൂമിലേക്ക് വരുന്നു. ഒരു ചെറു പുഞ്ചിരിയുമായി തൻ്റെ റൂമിൽ വന്ന സെവോറിനെ കണ്ടപ്പോൾ ഇനോഷ വളരെയധികം സന്തോഷവാനാകുന്നു. പെട്ടെന്ന് തന്നെ മുതലാളി ബോർഗാസിൻ്റെ അടുക്കൽ വരുന്നു. ജോലികൾ പെട്ടെന്ന് തീർക്കുവാൻ നിർദ്ദേശം നൽകി ബോർഗാസ് പുറത്തേക്ക് പോകുന്നു. ഈ തക്കം നോക്കി തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സെവോറിനയുടെ അടുത്തേക്ക് ഇനോഷ വരുന്നു. തന്നെ സഹായിച്ചതിനും
തനിക്ക് വേണ്ടി സംസാരിച്ചതിന് നന്ദി പറയുന്നു ഇനോഷ്യ. തൊട്ടടുത്ത ദിവസം ജോലികൾ തീർത്ത് തനിയെ വീട്ടിലേക്ക് വരുന്ന ഇനോഷ്യ മുൻവാതിൽ തുറന്ന് അകത്തേക്ക്. ആരെയും കാണുന്നില്ല. മുകളിലേക്ക് പ്രവേശിച്ചപ്പോൾ സെവോറിന റൂമിൽ നിന്ന് ഡ്രസ് ചെയ്യുന്നു. ഇത് ഒളിഞ്ഞു നോക്കുന്ന ഇനോഷ്യ ഇത് സെവോറിന കാണുന്നു. പേടിച്ച് റൂമിലേക്ക് പോയി ഇനോഷ്യ കിടന്നുറങ്ങിപ്പോകുന്നു. സന്തോഷത്തോടെ ഇനോഷ്യയുടെ റൂമിലേക്ക് സെവോറിന വരുന്നു. വളരെ ആക്രാന്തത്തോടെ അവനെ തൊടുവാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ കൈ പിൻവലിക്കുന്നു. പ്രായം, ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ആലോചിച്ച് സെവോറിന വിഷമത്തോടെ റൂമിലേക്ക് തിരികെ പോകുന്നു. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ